വലിയ മുദ്രാവാക്യമുയർന്നി വി എസിന് യാത്ര പറയുന്ന പ്രവർത്തകരെ നമുക്ക് AKG സെന്ററിന് പുറത്തു കാണാം. ജനസാഗരത്തിന് നടുവിൽ വി എസ് കിടക്കുകയാണ് AKG സെന്ററിൽ. അവസാനമായി AKG സെന്ററിലെ വി എസിനെ കാണാനാണ് ഇത്രയധികം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് പോലും നിയന്ത്രിക്കാവുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് ദിവസങ്ങളിലായി പൊതുദർശനമുണ്ട്. പക്ഷേ ഇത്രയും തിരക്ക് തന്നെ 2 ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. നാളെ ഉച്ചയ്ക്കാണ് ജന്മനാടായ ആലപ്പുഴയിലേക്ക് വി എസിനെ കൊണ്ടുവരുന്നത്. വിലാപയാത്രയായി വി എസിനെ ആലപ്പുഴയിലെത്തിക്കും. സമരനായകനെ യാത്രയാക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ജനസാഗരം. AKG സെന്ററിന് മുന്നിലുള്ള റോഡ് നിറയെ അതിനപ്പുറത്തേക്കും ആളുകൾ തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. മുഴുവൻ ആളുകളും വി എസിനെ ഒരു നോക്ക് കണ്ടതിന് ശേഷം മടങ്ങാമെന്ന് കരുതി നിൽക്കുന്നു. പക്ഷേ അത്രയധികം സമയം അവിടെ ഉണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും നാളെ വീണ്ടും പൊതുദർശനം നടക്കും. പലരും നാളെ കാണേണ്ട അവസ്ഥയിലേക്കുമാണ് ഈ വൈകിയ സമയത്ത് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിരവധി ആളുകൾ തടിച്ചുകൂടുന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി വി എസിനെ കാണാൻ ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. മുഷ്ടി ചുരുട്ടിയല്ലാതെ ഒരു മനുഷ്യന് പോലും അവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. അത്രയധികം വളരെ വൈകാരികമായി കുറെ കാലങ്ങളായി അദ്ദേഹം അസുഖബാധിതനായിരിക്കുകയായിരുന്നെങ്കിലും കുറെ ദിവസങ്ങളായി അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നുവെങ്കിലും അത്രയും ആവേശത്തോടെ പല തലമുറകളെ ആവേശം കൊള്ളിച്ച സമര നേതാവാണ് AKG സെന്ററിൽ അവസാനമായി കിടക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ പ്രായഭേദമന്യേ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിനു മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത്. സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫ്, സമയത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയധികം മനുഷ്യരുണ്ട്. ഇപ്പോൾ കണ്ടവരുടെ ദൃശ്യങ്ങൾ അനുസരിച്ച് തലസ്ഥാനത്തുള്ള ആളുകൾ മാത്രം, അതായത് നേതാക്കളും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മറ്റുള്ള ആളുകളെ കടത്തിവിടുമ്പോൾ സമയം ഒരുപാട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്? ഈ ജനകീയ നേതാക്കന്മാർ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ജനക്കൂട്ടമുണ്ട്. ഇതേ ഒരു ജനക്കൂട്ടം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഇതേപോലൊരു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടു. ആ ജനത നെഞ്ചിലേറ്റിയ നേതാവിനെ കാണാൻ വേണ്ടി അവസാനമായി വന്ന ജനങ്ങൾ. അതേപോലെ AKG സെന്ററിന് മുന്നിൽ ഇപ്പോ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജനക്കൂട്ടത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നിറങ്ങുന്ന ജനം. വി എസിന്റെ മൃതദേഹം കൊണ്ടുവന്ന സമയത്ത് കേട്ട മുദ്രാവാക്യം, വി എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് വി എസ് വന്നിറങ്ങുമ്പോൾ ജനത്തിന്റെ ഒരു ആവേശമുണ്ട്. കണ്ണേ കരളെ വി എസ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആ മുദ്രാവാക്യവും ആ ഒരു ആവേശവും അവസാനമായിട്ട് ആ അണികൾ അങ്ങനെ നെഞ്ചിലേറ്റി വിളിക്കുകയാണ്. കണ്ണും കരളുമായിട്ടുള്ള ആ നേതാവിനെ അവസാനമായിട്ട് കാണാൻ വേണ്ടി അവർ ഇങ്ങനെ തിങ്ങിക്കൂടി നിന്ന് ആ മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യരൊന്നും, ഒരാൾ തന്നെ വിളിച്ചു കൊടുക്കുന്നു, മറ്റുള്ളവർ ഏറ്റു വിളിക്കുന്നു. അയാളുടെ തൊണ്ട ഇടറുന്നില്ല, അയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ബാക്കിയുള്ളവർ ഏറ്റു വിളിക്കുന്നു. അത് ആണുമില്ല പെണ്ണുമില്ല വ്യത്യാസം. അവര് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഏറ്റവും ഒടുവിൽ വി എസിനെ കാണാൻ വേണ്ടി എത്തുന്ന ജനക്കൂട്ടത്തെയാണ് നമ്മൾ AKG സെന്ററിന് മുന്നിൽ ഇപ്പോൾ കാണുന്നത്. ഒരു പൊതുദർശന സ്വഭാവത്തിലായിരുന്നില്ല പാർട്ടി അത് തീരുമാനിച്ചിരുന്നത്. കാരണം വി എസ് എന്താണോ, വി എസ് പാർട്ടിയുടെ സ്വത്താണ് എന്ന് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയുടെ സ്വത്തിനെ അവസാനമായിട്ട് AKG സെന്ററിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ ആ പാർട്ടിയുടെ സ്വത്തിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കാണാൻ വേണ്ടി വരും. ആ ജനക്കൂട്ടം വന്ന് അത് ഒരു റെഡ് വാളണ്ടിയർമാർ അതിനകത്തൊരു വഴിയൊരുക്കി വി എസിനെ അവസാനമായി കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണുന്നുണ്ട്. ഇപ്പോ ഇത് പെട്ടെന്ന് തീരില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും AKG സെന്ററിന്റെ മുന്നിൽ സൈഡിലായിട്ട് മാറി നിൽക്കുകയാണ് നമ്മൾ. കാരണം ജനക്കൂട്ടത്തിന് ഇടയിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് ഇപ്പോ നിൽക്കുന്ന സ്ഥലത്ത് കൂടി നോക്കുമ്പോൾ പോലും വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. പക്ഷെ അതേസമയം തന്നെ വാഹനം അപ്പുറം പാർക്ക് ചെയ്തിട്ട് ജനങ്ങൾ ഇങ്ങനെ വന്ന്
വി എസിനെ അവസാനമായിട്ട് കാണുകയാണ്. അവര് അന്തിമ ഉപചാരം അർപ്പിക്കുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിരുന്ന AK ആന്റണി അല്പസമയം മുമ്പ് AKG സെന്ററിലേക്ക് എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാർ എല്ലാവരും ഒരു ജാഥയായി തന്നെ മന്ത്രിമാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. ഇത്രയും നാളും കുടുംബാംഗങ്ങൾ വി എസിനെ നോക്കി, വി എസിനെ കാര്യങ്ങളെല്ലാം നോക്കി കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ വി എസിന്റെ മരണമുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ വി എസ് മരിച്ചു എന്നറിഞ്ഞ് ആദ്യം എത്തുന്നത് മുഖ്യമന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. അതിനുശേഷം പാർട്ടിയുടെ സ്വത്തായ വി എസിനെ പാർട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു. വി എസിന്റെ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോ മറ്റന്നാൾ വൈകുന്നേരമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ വേണം നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിലെ തീരുമാനപ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് വി എസിന്റെ മൃതദേഹം ഇവിടെ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക്, തിരുവനന്തപുരത്ത് അരുണിന്റെ PMGയിലുള്ള അരുണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നോക്കിക്കാണണം. രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം നാളെ രാവിലെ 9 മണിയോടെ ദർബാർ ഹാളിലേക്ക് വി എസിന്റെ മൃതദേഹം കൊണ്ടുവരും. നീലേശ്വരത്ത് വി എസിന്റെ ഒരു പേരിലൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, VS ഓട്ടോ സ്റ്റാൻഡ് എന്ന പേരിൽ. അവിടം തൊട്ട് കന്യാകുമാരി ആ പ്രദേശം വരെയുള്ള ആൾക്കാർ നാളെ വി എസിനെ കാണാൻ വേണ്ടി എത്താനുള്ള സാധ്യത തള്ളണ്ട. ഇപ്പോൾ തന്നെ പരിചയമുള്ള ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ കന്യാകുമാരി കേരളത്തിന്റെ ബോർഡർ പ്രദേശത്തു നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചു എന്നൊരു സുഹൃത്ത് ഇപ്പോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നീലേശ്വരം ഓട്ടോ സ്റ്റാൻഡ് മുതൽ ഈ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ വി എസിനെ കാണാൻ വേണ്ടി എത്തും. തിരുവനന്തപുരത്ത് എത്തിയില്ലെങ്കിൽ ആലപ്പുഴ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തും, അല്ലെങ്കിൽ വലിയ ചൂടുകാടിൽ എത്തും. കാരണം വി എസ് ഒരു വികാരമാണ്. ആ വികാരം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ, സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, അങ്ങനെ നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വി എസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബിംബമുണ്ട്. വി എസ് എന്ന് പറയുന്ന ഒരു ബിംബമുണ്ട്, പാർട്ടി എപ്പോഴും പേടിച്ചിരുന്ന ഒരു ബിംബം. ആ ബിംബമാണ് ഇപ്പോ AKG സെന്ററിൽ അവസാനമായിട്ട് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായിട്ട് വി എസ് അച്യുതാനന്ദൻ പൊതുസമൂഹത്തിലില്ല, വേലിക്കകത്ത് വീട്ടിൽ വിശ്രമത്തിലാണ്. പൊതുസമൂഹവുമായി വി എസിന് ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട് ഇല്ല, വി എസിനെ ആരും കണ്ടിട്ടുമില്ല. വി എസിനെ ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ ഒക്ടോബർ 19-ാം തീയതിയോ 20-ാം തീയതിക്കോ ശേഷം, അന്ന് 2019 അന്ന് ആ പുന്നപ്ര വയലാർ സമരത്തിന്റെ ആ ഓർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയിട്ട് വന്നതിന് ശേഷം ഉണ്ടായ സ്ട്രോക്കിന് ശേഷം വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴാണ് കാണുന്നത്. നേതാക്കന്മാരെല്ലാം, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വി എസിന്റെ വീട്ടിൽ പോയി, വി എസിന്റെ ബർത്ത്ഡേ വരുമ്പോൾ വീട്ടിൽ പോയി ആശംസിക്കാറുണ്ട്. പക്ഷേ ഒരു സുരക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് കരുതി വി എസ് ചികിത്സിച്ചുകൊണ്ടിരുന്ന ആ റൂമിലേക്ക് ആരെയും അങ്ങനെ കയറ്റിയിട്ടില്ല. മകനോട് വിശേഷങ്ങൾ തിരക്കും, അല്ലെങ്കിൽ ഭാര്യയോട് കാര്യങ്ങൾ തിരക്കും. നേതാക്കന്മാർ തിരികെ പോരും. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മാത്രമാണ് ഒരുപക്ഷെ വി എസിന് കഴിഞ്ഞ ഒരു 6 വർഷക്കാലത്തിനിടയിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സമര പോരാട്ടത്തിന്റെ ഒരു സമര നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് വി എസിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരൻ, എല്ലാവരും സുധാകരേട്ടാന്ന് വിളിക്കുന്നത്, സുധാകരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതൊരു സമര നൂറ്റാണ്ട് തന്നെയായിരുന്നു. ഒരു ജീവിതം മുഴുവൻ സമരമാക്കി മാറ്റിയ ഒരു മനുഷ്യന്റെ ജീവിതം. ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു തോന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ വൈകാരികമായി പോകും. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഒരു സമര നൂറ്റാണ്ടായിരുന്നു, ഒരു സമരത്തിന്റെ ഒരു കാലഘട്ടം. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കുറച്ചു കാലം വി എസിനെ നോക്കിക്കണ്ടിട്ടുണ്ട്. വി എസിന്റെ പ്രസംഗങ്ങൾ ഇങ്ങനെ വി എസിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം പോയിരുന്ന കാലമുണ്ട്. വി എസ് വരുന്ന സമയങ്ങളിൽ ജനങ്ങളുടെ ആവേശം കാണാൻ വേണ്ടി പോയ സമയങ്ങളുണ്ട്. അങ്ങനെ അതൊരു ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് ആണ്. ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അണികളെ ഇങ്ങനെ ആവേശത്തിലാഴ്ത്തുന്ന വളരെ അപൂർവം നേതാക്കന്മാരാണുള്ളത്. പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം അണികളുണ്ടാകും, പക്ഷേ അണികളെ ഇങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന നേതാക്കന്മാർ ഒരു പക്ഷേ വളരെ അപൂർവമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ. അങ്ങനെ വളരെ കുറച്ചുപേരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ CPM-ന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ EMS, EK നയനാർ ഒക്കെ അങ്ങനെ ആവേശം കൊള്ളിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. വി എസ് അച്യുതാനന്ദന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വി എസ് വരുന്ന പരിപാടികൾ ഇളകി ഇങ്ങനെ മറിയും. അവരാവേശം കൊണ്ട് ഇങ്ങനെ വി എസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ആവേശത്തിന്റെ ഇതാണ്. 2011 തെരഞ്ഞെടുപ്പാണ് എന്ന് തോന്നുന്നു.
VS അച്യുതാനന്ദന്റെ ഫ്ലക്സ് വെച്ച് ഫോട്ടോ പിടിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചൊരു കാലഘട്ടം. CPM-ൽ വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഒരു പാർട്ടി ചിഹ്നത്തിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് മറ്റേതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അതിന്റെ ചിത്രമാക്കി അത് മാറ്റാറില്ല. പക്ഷേ ആ ചരിത്രം തിരിച്ചിരുന്നു. 2011-ൽ VS-നെ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നേതാക്കന്മാർ മത്സരിച്ച് പാർട്ടിയുടെ അനുമതി തേടുന്നു, VS-ന്റെ അനുമതി തേടുന്ന സമയം കണ്ടിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളെ മൊത്തം ഇളക്കിമറിക്കാൻ കഴിയുന്ന, ജനങ്ങളെ അത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ഒരുപക്ഷെ 2011-ലെ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റ് ഇടതുമുന്നണി നേടിയെടുത്തത് ആ ഒരൊറ്റ പേരും ഒറ്റ മുഖവും കൊണ്ടാണ്. അങ്ങനെ ജനങ്ങളെ ഇളക്കിമറിച്ചിട്ടുള്ള നേതാവാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു വാചകം, ഒരു വിമതത്വത്തിന്റെ ദ്വയാക്ഷരം എന്നാണ് VS-ന്റെ ആ രണ്ടക്ഷരത്തെ കുറിച്ച് പറഞ്ഞത്. വിമതത്വം VS-ന്റെ എപ്പോഴും VS-ന്റെ ഒരു മുഖമുദ്രയായിരുന്നു. ആ വിമതത്വം എന്ന് പറയുന്നത് അപ്പോ പാർട്ടിയിലുണ്ടാകുന്ന സംഭവങ്ങൾ, അപ്പോ ആശയ സമരങ്ങൾ, വിഭാഗീയത എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ VS അതിനെ കുറിച്ച് പ്രതികരിച്ചത്, അത് വിഭാഗീയത എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ അത് വിഭാഗീയതയല്ല, അത് പാർട്ടിക്കുള്ളിൽ ആശയ സമരമാണ്. ആശയ സമരത്തിന്റെ തലതൊട്ടപ്പനായിരുന്നു ആശയ സമരത്തിൽ. എപ്പോഴെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ പിന്നെ താനില്ല എന്ന് തോന്നിപ്പോയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് VS അച്യുതാനന്ദൻ. അത് VS-ന്റെ സമര പോരാട്ടം എല്ലാം അങ്ങനെയാണ്. പാർട്ടി സമ്മേളനങ്ങളായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും എല്ലാം. പിന്നെ തെരഞ്ഞെടുപ്പ് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി 2006-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ 98 സീറ്റോടുകൂടി വിജയിച്ചു കയറിയ സമയത്ത് VS എന്ന ഒറ്റയാളുടെ ഇതിലാണ്, VS എന്ന ഇമേജിലാണ് അത് ഉണ്ടാവുന്നത്. അത് ഉണ്ടാവുന്ന സമയത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ഇതുവരെ നേരിടാത്ത CPM-ന്റെ വിപ്ലവ നക്ഷത്രം VS അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുന്നു. വൈകിട്ട് 3:20 ആ സമരേതിഹാസത്തിന്റെ വിയോഗം. ഉജ്ജ്വലമായ സമരവീര്യത്തിന്റെ പര്യായമായിരുന്നു VS എന്ന രണ്ടക്ഷരം. പാർട്ടിക്കകത്തും പുറത്തും യുദ്ധം ചെയ്ത രണോത്സുക വ്യക്തിത്വം. ജയപരാജയങ്ങൾക്കപ്പുറം സമരം തന്നെ ജീവിതമാക്കിയ അതുല്യനായ കമ്മ്യൂണിസ്റ്റ്. VS-നെ അനുസ്മരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇപ്പോൾ VS-ന്റെ ഭൗതിക ശരീരം AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് എത്തിച്ചിരിക്കുകയാണ്. 9 മണിവരെ അവിടെ പൊതുദർശനം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എങ്കിലും 100 കണക്കിന് പേരാണ് പഴയ AKG സെന്ററിലേക്ക്, പാർട്ടി ആസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ നേതാക്കന്മാർ, മന്ത്രിമാരെല്ലാം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ 100 കണക്കിന് പേരാണ് VS-ന് വിട നൽകുവാനായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്, എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക. നാളെ ദർബാർ ഹാളിൽ പൊതുദർശനം. അതിനുശേഷമാണ് ദേശീയപാതയിലൂടെ വിലാപയാത്രയായി VS-ന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് ഭൗതികദേഹം എത്തിക്കുക. അവിടെയും പൊതുദർശനമുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. അതിനുശേഷം വലിയ ചുടുകാടിൽ ഉച്ചയ്ക്ക് ശേഷം മറ്റന്നാൾ സംസ്കാരം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ തലസ്ഥാനത്ത് ദർബാർ ഹാളിലും പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം, നാളെ പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പം മുൻപാണ് VS അച്യുതാനന്ദനെ പിണറായി വിജയൻ അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ പര്യായം എന്ന് ഇതടക്കം വിശേഷിപ്പിച്ചത്.